അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നതാണെങ്കിലും ഞാനിന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു 7-8 മാസം മുമ്പ് ഞാൻ കുറച്ചു കാലം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പം എന്താ വീണ്ടും അതേ അവസ്ഥയിലോട്ട് തന്നെ എത്തി. ഒരുപാട് പേർക്ക് അറിയാം എനിക്ക് എന്താ പറ്റിയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴത്തെയും കാരണം. എൻ്റെ കഥയിലെ വില്ലൻ കിഡ്നി സ്റ്റോൺ ആണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഉച്ച സമയത്ത് റൈറ്റ് സൈഡിൽ കിഡ്നിയുടെ ഭാഗത്ത് വേദന എടുത്തിരുന്നു. വീട്ടിൽ വന്ന് യൂറിനൊക്കെ പാസ് ചെയ്തപ്പോഴേക്കും യൂറിനിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടെങ്കിലും പിറ്റേന്ന് രാവിലെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ഇനി ഇതൊക്കെ ഉള്ളൂ ഒരു വഴി. ഈ സ്റ്റോൺ വന്നുള്ള വേദന അത് വന്നവർക്കല്ലാതെ മറ്റാർക്കും തന്നെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യം ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള വേദനയാണ്. ഇത്രയും സീരിയസ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് തന്നെ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. യൂറിന്റെ കളറൊക്കെ കണ്ടു, ബ്ലഡിന്റെ കളറായിട്ടുണ്ട്. ഞാനാകെ പ്രാന്ത് പിടിച്ച് ഓടുവാണ്. ഓരോ ടെസ്റ്റിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുവാണ്. ഈ ഒരു സംഭവം കാരണം എനിക്കുണ്ടായിരുന്ന സന്തോഷം മുഴുവൻ നഷ്ടമായി. ഒരുപാട് സന്തോഷിച്ചാലും കുറേയൊക്കെ ദുഃഖിക്കേണ്ടി വരും. അൾട്രാസൗണ്ട് സ്കാനൊക്കെ എടുത്തു. സ്റ്റോൺ ആണ് വില്ലൻ എന്ന് ഉറപ്പിച്ചു. ഇനി ഇത് ഇവിടെ കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യത്തിനുള്ള മരുന്നൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അതെല്ലാം വാങ്ങി നാളെ രാവിലെ എന്നെ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് പോലും ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ റെഡിയായി. മനസ്സിൽ ഒട്ടും സന്തോഷമൊന്നുമില്ല. 8 മാസം മുമ്പ് എനിക്കുണ്ടായിരുന്ന സ്റ്റോണിൽ ഒരെണ്ണം അപ്പോഴും തന്നെ യൂറിൻ പാസ് ചെയ്തപ്പോൾ പോയിരുന്നു. സർജറിയെ പേടിച്ചാണ് ഞാൻ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാത്തത്. പക്ഷെ വന്ന് ഇപ്പൊ എനിക്ക് നല്ല പണി കിട്ടി. ഒരുപാട് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. നല്ലതുപോലെ വെള്ളമൊക്കെ കുടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിത് വരത്തില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ സാധനം വന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്ന വേദന ആയിരിക്കില്ല. ചൂട് സമയത്തൊക്കെ ഒരുപാട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ വേദനയും തിന്ന് നടക്കേണ്ടി വരും. ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അനുഭവം ഗുരു. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം.